ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു വെച്ച അറേയിൻ്റെ ബാക്കി തുടർന്നു വരുന്ന മെത്തേഡുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മെത്തേഡാണ് റെഡ്യൂസ് എന്ന മെത്തേഡ്. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കൊടുക്കുന്ന അറേയുടെ അളവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് നമുക്ക് കൊടുക്കുന്ന അറേയുടെ സം ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മൾ ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ നമ്മളിവിടെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. അറേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നമ്പേഴ്സുകൾ ചേർത്ത് കൊടുക്കാം. നമ്പർ ഇഷ്ടമുള്ള നമ്പർ എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത് നമ്പർ വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി പുതിയൊരു വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. വേരിയബിളിന് പേര് എ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അറേൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡായ റെഡ്യൂസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് പാരാമീറ്റർ വാല്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തതിന് നമ്മൾ എക്സ് എന്നും രണ്ടാമത്തതിന് നമ്മൾ വൈ എന്നും ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പാരാമീറ്റർ ചേർത്ത് കൊടുക്കാം. ഈ പാരാമീറ്റർ തന്നെ ആവണമെന്നില്ല, ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ എന്നിട്ട് നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്ന് ഇത്രയും ചേർത്തതിന് ശേഷം ഇവിടെ ഒരു കോമ ഇട്ടിട്ട് 0 കൂടി ചേർത്ത് കൊടുക്കാം. അതായത് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന്, അതായത് ഇത് ഒന്നാമത്തെ ഇൻഡെക്സ് മുതൽ കാൽക്കുലേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ 0 എന്നുള്ള വാല്യൂ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്താണോ സ്ക്രീനിൽ വേണ്ടത് ആ സ്ക്രീനിൽ വേണ്ട ടെക്സ്റ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏതാണോ നമുക്ക് ആൻസർ കിട്ടിയത്, എ എന്നുള്ള വേരിയബിളിലേക്കാണ് നമ്മൾ ആൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി, അതായത് ഈ അറേൻ്റെ ഉള്ളത്തെ വാല്യൂസുകളെല്ലാം കൂടിയിട്ടുള്ളൊരു സമ്മായിരിക്കും നമുക്കിവിടെ കാണിച്ചു തരിക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറേൻ്റെ വലിപ്പം റെഡ്യൂസ് ചെയ്തൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് റെഡ്യൂസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് reduceRight. reduceRight എന്നത് ഇതേ രൂപത്തിൽ തന്നെ വ്യത്യാസമൊന്നും വരുന്നില്ല. അതായത് നമുക്കിതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പ്രിന്റ് ചെയ്യാനാണ്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് അറേയെ ഒരു ചെറിയ വാല്യൂവിലേക്കാക്കി റെഡ്യൂസ് മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. നമ്മൾ ഇതിലെന്താണോ നമ്മൾ പറഞ്ഞത് അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലും വരുന്നത്, മാറ്റമൊന്നും വരുന്നില്ല. ഇവിടെ ഫംഗ്ഷൻ്റെ പേരൊന്ന് reduceRight എന്ന് മാത്രം ആക്കി കൊടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ആൻസർ അതേ തന്നെ ആയിരിക്കും വരിക. അത് നമുക്ക് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ reduceRight എന്നതും ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡിൻ്റെ പേരാണ് സം എന്ന മെത്തേഡ്. കൊടുക്കുന്ന അറേയിലേക്ക് ഒരു കണ്ടീഷൻ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ ട്രൂ എന്നും ഇല്ലെങ്കിൽ ഫാൾസ് എന്നും പ്രിന്റ് ചെയ്തു വരും. അതായത് നമ്മൾ കൊടുക്കുന്ന അറേയിലേക്ക് ഒരു കണ്ടീഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമുക്ക് ട്രൂ എന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫാൾസ് എന്നും പ്രിന്റ് ചെയ്തു വരും. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത ഈ പ്രോഗ്രാമിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെയുള്ള ഈ കോഡ് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫംഗ്ഷന് പേര് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ടെസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അറേയുടെ പേരെന്താണെങ്കിൽ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അറേൻ്റെ പേരെന്താണ് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് അറേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ഒരു റിട്ടേൺ ചേർത്ത് കൊടുക്കുക. റിട്ടേൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അറേ നമ്മൾ കൊടുത്ത അറേൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഗ്രേറ്റർ ദാൻ 10, 10ൻ്റെ മുകളിൽ അല്ലെങ്കിൽ വേണ്ട 5 എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. കാരണം 5ൻ്റെ മുകളിലുള്ളൊരു വാല്യൂ 6 മാത്രമേ ഉള്ളൂ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 5ൻ്റെ മുകളിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് പുതിയൊരു
വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ വേരിയബിൾ എന്നിട്ടതിന് ശേഷം എക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമ്മൾ അറേൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഡോട്ട് അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ സം എന്ന ഫംഗ്ഷന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സം എന്ന ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മെത്തേഡിൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് ടെസ്റ്റ് എന്നാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിവിടെ വന്ന് ആ വാല്യൂ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുവാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഇറ്റ് ഈസ് ട്രൂ ആണ് വരുന്നത്. കാരണം ഇവിടെ 5ൻ്റെ മുകളിൽ 6 എന്ന വാല്യൂ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ 10 ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് ഫാൾസ് ആയിരിക്കും വരിക. കാരണം ഇതിൽ 10ൻ്റെ മുകളിലൊരു വാല്യൂ ഇല്ല എന്നാണ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ അടുത്തൊരു മെത്തേഡ് നമ്മൾ ടു ലോക്കൽ സ്ട്രിങ് എന്ന മെത്തേഡാണ് നോക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്. ടു സ്ട്രിങ് എന്ന ഫംഗ്ഷൻ എന്താണോ മെത്തേഡ് എന്താണോ വർക്ക് ചെയ്യുന്നത് അതേ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതേ ആൻസർ തന്നെയായിരിക്കും നമുക്ക് ടു ലോക്കൽ സ്ട്രിങ്ങിലും വരുന്നത്. ഒരു അറയിലെ വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ടു ലോക്കൽ സ്ട്രിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അറേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രിങ്ങുകൾ ചേർത്ത് കൊടുക്കാം. ചോയ്സ് ആണ്, ഇഷ്ടമുള്ള എന്ത് സ്ട്രിങ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ഓരോന്ന് 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് പുതിയൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. വേരിയബിളിന് നമ്മൾ സ്ട്രിങ് എന്നൊരു വേരിയബിൾ നെയിമും ചേർത്ത് കൊടുത്തു. അതിനുശേഷം അറേയുടെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഡോട്ട് ടു ലോക്കൽ സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആ സ്ട്രിങ് എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കുക. സ്ട്രിങ് ഇട്ടതിന് ശേഷം നമ്മൾ ആ സ്ട്രിങ്ങിൻ്റെ പേരെന്താണ് str എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രിങ് ആ അറേൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂസ് മുഴുവൻ ഒരു സ്ട്രിങ്ങിലേക്കായി ഒതുങ്ങി നമുക്ക് ഈ രൂപത്തിലായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് unShift എന്ന മെത്തേഡ്. അറയിലെ ഫസ്റ്റ് ഭാഗത്തെ ഒരു ഒന്നോ അതിലധികമോ വാല്യൂ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് unShift ഉപയോഗിക്കുന്നത്. നമുക്ക് അറയുടെ ആദ്യ ഭാഗത്തേക്ക് ഒന്നോ അതിലധികമോ വാല്യൂ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് unShift എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൽ തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ഒരു പുതിയ വേരിയബിൾ നമുക്കിവിടെ ഉള്ളത് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് പുതിയൊരു വേരിയബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. വേരിയബിളിൻ്റെ പേര് നമ്മൾ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമ്മുടെ മുമ്പ് ക്രിയേറ്റ് ചെയ്ത അറേയുടെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഡോട്ട് unShift എന്ന് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ആരെ പേരാണോ നമുക്കിതിലേക്ക് അഡീഷൻ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് റിസൾട്ട് എന്ന് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് സെമി കോളം വെച്ച് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നമുക്ക് അറേയുടെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ സ്ഥാനത്തേക്ക് നമ്മൾ ആ കൊടുത്ത വാല്യൂ കൂടി ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതായത് നമ്മളിവിടെ അനു എന്നുള്ള വാല്യൂ ആണ് ഈ അറയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ആ വാല്യൂ കൂടി ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്തായിട്ട് വന്നതായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വാല്യൂ എന്ന മെത്തേഡാണ്. അറയിലെ എല്ലാ എലമെൻസിനും പുതിയൊരു ഇൻഡേറ്റർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് പുതിയൊരു വാല്യൂ അല്ലെങ്കിൽ ഇൻഡേറ്റർ നമുക്ക് അറേൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂവിനും നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് വാല്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ തന്നെ നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഒരു വേരിയബിൾ നമ്മളിവിടെ വന്ന് ഡിക്ലെയർ ചെയ്തു. ഈക്വൽ ടു നമ്മൾ അറേൻ്റെ പേരെന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഡോട്ട് വാല്യൂസ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പ് വെച്ചിട്ടാണ്. ഫോർ ലൂപ്പ് ലെറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് എക്സ് ഓഫ് അതിനുശേഷം നമുക്കിവിടെ വന്ന് LTR, അതായത് നമ്മളിവിടെ മുകളിൽ കൊടുത്ത
വേരിയബിളിൻ്റെ പേരാണ് നമ്മളിവിടെ ITR എന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുകളിൽ കൊടുത്ത വേരിയബിളിൻ്റെ പേരാണ്. അതിനുശേഷം നമുക്കിവിടെ വന്ന് വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. പ്രിൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം പുതിയ ലൈന് വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് BR എന്നും കൂടി ചേർത്ത് കൊടുക്കുന്നു. PR എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ വേരിയബിളിൻ്റെ പേര് X എന്നും കൂടി ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുത്തത് അത് ഓരോന്ന് 1 by 1 ആയിട്ട് പുതിയൊരു വേരിയബിൾ അല്ലെങ്കിൽ പുതിയൊരു പേരിലേക്കായിട്ട് നമുക്ക് മാറി ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് അറേ എന്താണ് അറേ എന്നും എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അറേ ഉപയോഗിക്കാമെന്നും അറേ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മെത്തേഡുകളെ കുറിച്ചുമാണ് പറഞ്ഞത്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.